നമുക്ക് കർണാടകയാണ് തോന്നുന്നത്, 28 സീറ്റുള്ള കർണാടകയാണ്. കർണാടകയിലാണ് BJPക്ക് തിരിച്ചടി. അതും പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരിച്ചടി തന്നെയായിരുന്നു BJPക്ക്. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അവിടുത്തെ ഒരു പരാജയം. അതിനുശേഷം വന്നിട്ടുള്ള JDS കൂട്ടുകൂടിയപ്പോൾ ഒരുപക്ഷെ അത് നേട്ടമാകുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് വലിയ മുട്ടിയായി മാറിയിരിക്കുകയാണ് BJP സംബന്ധിച്ചിടത്തോളം. ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടിയുമില്ല. JDSന് അല്ല, എനിക്ക് പക്ഷേ അതിനകത്ത് വേറെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. ഇതിൻ്റെ വിഷയം കഴിഞ്ഞ തവണയും കോൺഗ്രസിൻ്റെ ഭരണം തുടങ്ങിയ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കിയും പിന്നീട് നല്ല ഭരണം അട്ടിമറിച്ചൊക്കെ പോയത്. അപ്പോൾ ആ സമയത്തും സമ്പൂർണ്ണ വിജയം 28-ൽ 25+1 26 സീറ്റ് നേടിയതാണ് BJP. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഭരണം വന്നു. അവിടെ സിദ്ധരാമയ്യ ആയാലും DK ശിവകുമാർ ആയാലും രണ്ടുപേരും വേറെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പൊന്നും വന്നില്ല. ആ സർക്കാർ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു നിൽക്കുന്നു. പക്ഷെ അപ്പോഴും അവിടെ നിന്നൊരു 10-15 സീറ്റ് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് കൂടിയുണ്ട്. അവിടെ അപ്പോഴും BJPക്ക് വലിയ തിരിച്ചടിയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു എതിർ കാലാവസ്ഥയിൽ പോലും ഇത്രയേറെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കർണാടകയിൽ BJPയെ സംബന്ധിച്ച് ഈ രാഹുൽ ഗാന്ധി കർണാടകയിൽ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പോകാതിരുന്നത് എന്നൊക്കെയുള്ള ചിത്രം ചിലപ്പോൾ ഈ ഫലത്തിന്റെയൊക്കെ സൂചനകൾ കൂടിയാവും. കിരൺ, പക്ഷേ BJP സംബന്ധിച്ച് കിരൺ സൂചിപ്പിച്ചത് വലിയ തിരിച്ചടിയല്ല എന്നാണ് വിശേഷിപ്പിക്കാനുള്ളത്. അതിന് കാരണം 2014 അതേ ഒരു ടാലിയിലേക്ക് BJP എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്നും അവിടെ കോൺഗ്രസ് സർക്കാരായിരുന്നു. കോൺഗ്രസിന് അന്ന് 9 സീറ്റായിരുന്നു. NDA 19 സീറ്റ് നേടിയിട്ടുണ്ട്. അതിൽ തന്നെ BJP 17, JDS 3 സീറ്റിൽ മത്സരിക്കുന്നു, 2 സീറ്റിൽ വിജയിക്കുന്നു. അതായത് ഈ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പോലും അവർക്ക് 17 സീറ്റ് വിജയിക്കാൻ സാധിച്ചു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഒരു സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച ഒരു പ്രചാരണം BJP ഉണ്ടായിരുന്നു. BJP അല്ലെങ്കിൽ NDA സഖ്യം സൗത്ത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തവണ 28 സീറ്റ്, അതിൽ തന്നെ 25 കർണാടകത്തിനായിരുന്നെങ്കിൽ ഇത്തവണ BJPക്ക് തന്നെ ഏതാണ്ട് 29 സീറ്റുണ്ട്. TDPയുടെ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 40-ന് മുകളിൽ സീറ്റുകളിൽ NDA ദക്ഷിണേന്ത്യയിൽ വിജയിച്ചിട്ടുണ്ട്. അല്ല, ഇത് പക്ഷേ BJP കുറച്ചൊരു വിട്ടുവീഴ്ച അവിടെ JDSന് വേണ്ടി ചെയ്തതാണോ അല്ലേ? അങ്ങനെയല്ലേ അവർക്ക് ഈ സീറ്റുകൾ? BJPക്ക് സ്വാഭാവികമായും മാണ്ടിയിൽ സുമലത അവരുടെ കൂടെ വന്നതാണ്, കൊടുക്കേണ്ടിയിരുന്ന സാഹചര്യമില്ല. പിന്നെ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഒരു സീറ്റ് കിട്ടി. അതിൽ പ്രജ്വൽ രേവണ്ണയുടെ സീറ്റാണ് പരാജയപ്പെട്ട സീറ്റ്. ബാക്കി 2 സീറ്റുകളിൽ അവർ വിജയിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബാംഗ്ലൂരിൽ വളരെ രസകരമായ ഒരു സംഭവം, ഞാൻ നമ്മുടെ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ പടം NDAക്കാർ അവിടെ ഉപയോഗിച്ചു എന്നൊക്കെ വാർത്തകളിൽ കണ്ടല്ലോ ബാംഗ്ലൂർ റൂറലിലൊക്കെ. CN മഞ്ജുനാഥ് അവിടെ കാൻഡിഡേറ്റ് ആയിരുന്ന മഞ്ജുനാഥിൻ്റെ പോസ്റ്ററിൽ കൃഷ്ണൻകുട്ടി നമ്മുടെ ഇവിടുത്തെ ഇടത് സർക്കാരിൻ്റെ മന്ത്രിയുടെ പടമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വ്യാജമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് ആരോ ഇവിടെ തന്നെ ഇറക്കിയതാണെന്നാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെ രസകരമായ ഒരു സംഭവം കൂടി കർണാടകയെ ഓർക്കുമ്പോൾ വരികയാണ്. മഞ്ജുനാഥ് യഥാർത്ഥത്തിൽ ദേവഗൌഡയുടെ മരുമകനാണ്. ദേവഗൌഡയ്ക്ക് മരുമകൻ രാഷ്ട്രീയത്തിൽ വരും താല്പര്യമില്ല. അങ്ങനെ മരുമകൻ BJPക്കാരനായി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ DK ശിവകുമാറിന്റെ അനുജൻ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച ഏക സീറ്റ് BJP പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ശിവകുമാർ ബാംഗ്ലൂർ കർണാടകയുടെ ഏറ്റവും കരുത്തനായിട്ടും സഹോദരൻ DKയുടെ സഹോദരനെ വിജയിപ്പിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അതും വലിയ മാർജിനിലുള്ള അട്ടിമറിയായിട്ടാണ് വിലയിരുത്തുന്നത്. ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ 2 ലക്ഷത്തിനോ മറ്റോ അടുത്ത ഭൂരിപക്ഷത്തിലോ മറ്റാണ് മഞ്ജുനാഥ് അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്.